എന്താണ് ഭരണഭാഷ എന്ന് പറയുന്നത്? ഭരണം ജനങ്ങളുടെ ഭാഷയിലായിരിക്കണമെന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ഭാരതത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഭരണഘടനാ വ്യവസ്ഥകളുടെയും സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് 1956 നവംബർ 1 ഐക്യകേരളം രൂപം കൊണ്ടത്. കേരളത്തിലെ ഭരണഭാഷ മലയാളമാകണം എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. നിയമപരമായി ഇംഗ്ലീഷും അംഗീകരിക്കപ്പെട്ട ന്യൂനപക്ഷ ഭാഷകളായ തമിഴ്, കന്നഡ എന്നിവയും ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്ത സംഗതികളിലൊഴികെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളം ഉപയോഗിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1957 EMS കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യം നടത്തിയ പ്രഖ്യാപനങ്ങളിലൊന്ന് കേരളത്തിലെ ഭരണത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും മാധ്യമം മലയാളമാക്കാൻ ശ്രമിക്കും എന്നാണ്. 1957 ആഗസ്റ്റ് 31 ഭരണഭാഷ മലയാളമാക്കുന്നതിനായി കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായി കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങി. ഡോക്ടർ കെ ഭാസ്കരൻ നായർ, കെ ദാമോദരൻ, PT ഭാസ്കരപ്പണിക്കർ, LC ഐസക് എന്നിവരായിരുന്നു കമ്മീഷനിലെ മറ്റംഗങ്ങൾ. കമ്മീഷന്റെ ആദ്യ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി EMSഉം വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയും നേരിട്ട് പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ നൽകി. അടുത്ത ആഗസ്റ്റിൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകി. ഇതിനായി ചോദ്യാവലി തയ്യാറാക്കി പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു. അതിന് 578 മറുപടികൾ കമ്മീഷന് ലഭിച്ചു. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണം ഏത് വിഷയം അധികരിച്ചുള്ളതായാലും ജനങ്ങളുടെ ഭാഷയിൽ തന്നെ വേണമെന്നത് നിർവിവാദമായ സംഗതിയാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കമ്മിറ്റി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 345 അനുച്ഛേദം ഒരു സംസ്ഥാനത്ത് ഉപയോഗത്തിലുള്ള ഒരു ഭാഷയോ ഒന്നിലധികം ഭാഷകളോ ആ സംസ്ഥാനത്തെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പൂർണ്ണമായോ ഭാഗികമായോ ഉപയോഗിക്കുന്നതിന് നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരം നൽകി. കേരളത്തിലെ ഭരണഭാഷാ നടപടികൾക്ക് നിയമത്തിൻ്റെ പിൻബലം നൽകാൻ 1968 അന്നത്തെ മുഖ്യമന്ത്രി EMS കേരള ഔദ്യോഗിക ഭാഷാ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. 1965 മുതൽ ഭരണഭാഷാ മാറ്റത്തിനുള്ള പ്രായോഗിക നടപടികൾ ആരംഭിച്ചു. മലയാളത്തിൽ ടൈപ്പിങ്ങിലും ചുരുക്കെഴുത്തിലും പരിശീലനം നൽകുക എന്നതായിരുന്നു ആദ്യ നടപടി. 1969 ഔദ്യോഗിക ഭാഷാ ആക്ട് പാസായി. 1973 ഇതിന് ഭേദഗതി വന്നു. അനുബന്ധമായി പല ഉത്തരവുകളും വന്നു. അവയിൽ ചിലത് ഇങ്ങനെയാണ്. 1978 സർക്കാർ വക വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളിൽ കേരള സ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്നതിനു പകരം കേരള സർക്കാർ എന്നെഴുതുവാൻ ഏർപ്പാട് ചെയ്യേണ്ടതാണ്. 1983 മലയാളത്തിൽ എഴുതി തുടങ്ങുന്ന ഫയലുകൾ ഒരു തലത്തിൽ വെച്ചും ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പാടുള്ളതല്ല. 1984 സർക്കാർ ആവശ്യങ്ങൾക്ക് ഓഫീസുകളിൽ നിത്യേന ഉപയോഗിക്കുന്നതും സംസ്ഥാനത്തിനകത്തു മാത്രം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമായ എല്ലാ ഫോറങ്ങളും മലയാളത്തിൽ മാത്രം അച്ചടിക്കേണ്ടതാണ്. 1998 മലയാളം നമ്മുടെ ഭരണഭാഷ, ഹർജികളും നിർദ്ദേശങ്ങളും മലയാളത്തിലാണ് നൽകേണ്ടത് എന്നീ ബോർഡുകൾ എല്ലാ ഓഫീസുകളിലും പ്രദർശിപ്പിക്കേണ്ടതാണ്. 2000
കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എല്ലാ എഴുത്തു പരീക്ഷകൾക്കും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് നിലവിലുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് ഒരു പേപ്പർ മലയാളത്തിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. 2000 ജില്ലാ കലക്ടർമാരുടെയും മറ്റും വാർഷിക യോഗത്തിന് തയ്യാറാക്കുന്ന കുറിപ്പുകൾ മലയാളത്തിലായിരിക്കേണ്ടതാണ്. 2001 തഹസിൽദാർ അധ്യക്ഷനായുള്ള താലൂക്ക് തല ഔദ്യോഗിക ഭാഷാ സമിതി 2 മാസത്തിലൊരിക്കലും, ജില്ലാ കലക്ടർ അധ്യക്ഷനായ ജില്ലാ ഔദ്യോഗിക ഭാഷാ സമിതി 3 മാസത്തിലൊരിക്കലും, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള സംസ്ഥാനതല സമിതി 4 മാസത്തിലൊരിക്കലും, മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള ഉന്നതതല സമിതി 6 മാസത്തിലൊരിക്കലും യോഗം ചേർന്ന് ഭരണഭാഷാ മാറ്റ പുരോഗതി വിലയിരുത്തേണ്ടതാണ്. 2004 എല്ലാ വർഷവും നവംബർ 1 മലയാള ദിനമായും നവംബർ 1 മുതൽ 7 വരെ ഭരണഭാഷാ വാരമായും സംസ്ഥാന, ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തലങ്ങളിലും സ്കൂൾ തലത്തിലും ആഘോഷിക്കേണ്ടതാണ്. എല്ലാ സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതും ഓഫീസുകളിൽ ഭരണഭാഷാ പ്രതിജ്ഞയും സ്കൂളുകളിൽ ഭാഷാ പ്രതിജ്ഞയും എടുക്കേണ്ടതുമാണ്. 2003 സർക്കാർ വകുപ്പുകളിലെ കോഡുകൾ, മാനുവലുകൾ, ഫോറങ്ങൾ തുടങ്ങിയവ പരിഭാഷപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകുന്നതിനായി എല്ലാ വകുപ്പുകളിലും ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 3-ൽ കുറയാത്ത അംഗസംഖ്യയുള്ള പരിഭാഷാ സെല്ലുകൾ രൂപീകരിക്കേണ്ടതാണ്. പരിഭാഷാ പുരോഗതി സംബന്ധിച്ച ത്രൈമാസിക റിപ്പോർട്ട് ഔദ്യോഗിക ഭാഷാ വകുപ്പിനെ അയക്കേണ്ടതാണ്. 2005 പൂർണ്ണ ഭരണഭാഷാ മാറ്റം ആദ്യം കൈവരിക്കുന്ന വകുപ്പിനും ജില്ലയ്ക്കും ഭരണഭാഷാ പുരസ്കാരം നൽകുന്നതാണ്. 2005 ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള മലയാളികളുടെ കുട്ടികൾക്ക് മലയാള ഭാഷ പഠിക്കുന്നതിനും കേരള സംസ്കാരം പരിചയിക്കുന്നതിനും വേണ്ടി മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന കർശനമായ വ്യവസ്ഥ 2017 മെയ് 1 മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനായി ഭരണരംഗത്തെ 20,000-ഓളം പദങ്ങളും അവയുടെ മലയാള രൂപവും ചേർത്ത് ഭരണ മലയാളം എന്ന പേരിൽ ഓൺലൈൻ നിഘണ്ടുവും മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഭരണഭാഷയിലും കമ്പ്യൂട്ടിങ്ങിലും പരിശീലനം ലഭ്യമാക്കുന്നുണ്ട്. ഇതിനകം 68ഓളം സർക്കാർ സർവീസുകളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, ലോകായുക്ത, കേരള വനിതാ കമ്മീഷൻ എന്നീ 5 സ്ഥാപനങ്ങളിലും മലയാളം ഔദ്യോഗിക ഭാഷയാക്കിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. റവന്യൂ, പഞ്ചായത്ത്, പോലീസ്, സഹകരണം, ഗ്രാമവികസനം, സാമൂഹിക ക്ഷേമം എന്നീ വകുപ്പുകൾ ഭാഷാമാറ്റം പൂർണ്ണമാക്കാനുള്ള തീവ്രയത്ന പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ഫെഡറൽ രൂപത്തിലുള്ള രാഷ്ട്രീയ ഘടനയിൽ ഓരോ സംസ്ഥാനവും ഭാഷാടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രീകൃത സർക്കാരിൻ്റെ കീഴിലുള്ള ഉപഘടകങ്ങളാണ്. ഇവിടെ ദേശീയ ഭാഷയ്ക്കുള്ള സ്ഥാനം തന്നെ പ്രാദേശിക ഭാഷകൾക്കുമുണ്ട്. ദേശീയ ഭാഷയ്ക്ക് പ്രാധാന്യം ലഭിക്കണമെങ്കിൽ പ്രാദേശിക ഭാഷകൾക്കും പ്രാധാന്യമുണ്ടാകണം. കോളനി വാഴ്ച പൂർണ്ണതോതിൽ അടിച്ചേൽപ്പിച്ച ഭാഷയിൽ നിന്ന് നമുക്ക് വിമുക്തി നേടേണ്ടതുണ്ട്. ഔദ്യോഗിക രേഖകളിലെ ഭാഷാപ്രയോഗത്തിൻ്റെ സൂക്ഷ്മതയുടെ അടിസ്ഥാനം വലിയൊരളവിൽ പ്രത്യക്ഷപ്പെടുന്ന സാങ്കേതിക സംജ്ഞകളാണ്. ഭരണത്തിൽ ജനപങ്കാളിത്തവും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് സാങ്കേതിക സംജ്ഞകൾ സുതാര്യമാക്കുക എന്നതാണ്. ഭരണം ആർക്കു വേണ്ടിയാണോ അവരുടേതല്ലാത്തൊരു ഭാഷയിൽ നടത്തപ്പെടുന്ന ഭരണം ഭരണമേ അല്ല എന്നോ ജനവിരുദ്ധ ഭരണമാണെന്നോ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ 343 മുതൽ 347 വരെയുള്ള അനുച്ഛേദങ്ങൾ ഭരണഭാഷാ സംബന്ധിയാണ്.
348 കോടതി ഭാഷയെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്ത് നിലവിലുള്ള ഭാഷ തന്നെ ആയിരിക്കണം അവിടുത്തെ ഭരണഭാഷയും കോടതി ഭാഷയും ആകേണ്ടത്. ഇതിന് തടസ്സമില്ലെന്നു മാത്രമല്ല, ഭരണത്തിൻ്റെ ഭാഷയും ഹൈക്കോടതി വരെയുള്ള കോടതികളിലെ ഭാഷയും സംസ്ഥാനത്തിൻ്റെ ഭാഷ തന്നെ ആയിരിക്കണം എന്ന അനുശാസനവും അന്തർഭവിച്ചിട്ടുണ്ട് ഈ അനുച്ഛേദനങ്ങളിൽ. മലയാളം നമ്മുടെ ഭരണഭാഷ എന്ന മുദ്രാവാക്യം ഉണ്ടായത് ഔദ്യോഗിക ഭാഷാ ആക്ടിൻ്റെയും തുടർന്നുള്ള നിർദ്ദേശങ്ങളുടെയും ഭാഗമായിട്ടാണ്. ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ ഭാഷ അതിനൊരു തടസ്സമാകരുത്. ഭരണഭാഷാ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്യന്തികമായി നമ്മുടെ സംസ്കാരത്തിനിണങ്ങിയ ഭരണത്തെ ആനയിക്കുക എന്നതാണ്.